പടി കടന്ന് മുറ്റത്തേക്ക് കടന്നപ്പോൾ രജനി ഒന്ന് നിന്നു. അകത്ത് നിന്ന് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരാറുള്ള അമ്മയുടെ ചിത്രം ഒരു നിമിഷം മുന്നിൽ തെളിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നേറി. അമ്മ തങ്ങളെ വിട്ടു പിരിഞ്ഞതിന് ശേഷം ആദ്യമായാണ് വീട്ടിലേക്ക് വരുന്നത്, അതും മാസങ്ങൾക്ക് ശേഷം. എന്തോ പിന്നെ അപ്പോഴാണ് വരാൻ തോന്നിയത്. ആഹാ, രജനിയേച്ചി എന്താ വന്നിട്ട് അവിടെ തന്നെ നിന്നത്? നാത്തൂന്റെ ശബ്ദം കേട്ടപ്പോൾ രജനി പെട്ടെന്ന് നേർത്തൊരു പുഞ്ചിരിയുടെ മൂടുപടം അണിഞ്ഞു. ഒന്നുമില്ല സുമേ, ഞാൻ വെറുതെ. ചേച്ചി അമ്മയെ ഓർത്തു കാണൂ അല്ലേ? അമ്മ പോയാലും ഞങ്ങളൊക്കെ ഇല്ലേ ചേച്ചി, എപ്പോൾ വേണേലും ചേച്ചിക്ക് വരാലോ ഇങ്ങോട്ട്. സുമ പറഞ്ഞപ്പോൾ രജനി ചിരിച്ചെന്നൊന്ന് വരുത്തി. ചേച്ചി ഇരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. ഉമ്മറത്തെ സോഫയിൽ തന്നെ ഇരുത്തി സുമ അടുക്കളയിലേക്ക് പോയപ്പോൾ സ്വന്തം വീട്ടിൽ താൻ ഒരു വിരുന്നുകാരിയായ പോലെ രജനിക്ക് തോന്നി. അവൾ ചുറ്റിലും കണ്ണോടിച്ചു. സ്വീകരണ മുറി ആകെ മാറിയിരിക്കുന്നു. ചുവരിൽ തങ്ങളുടെ വിവാഹ ഫോട്ടോയ്ക്ക് പകരം ഏതോ പുതിയ പെയിന്റിംഗ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഷോക്കേസിലുണ്ടായിരുന്ന ചിന്നുവിന്റെയും മാളുവിന്റെയും പല പ്രായത്തിലുള്ള ഫോട്ടോസ് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. അല്ലെങ്കിലും അതെല്ലാം സ്ഥിരമായി കണ്ടിരുന്ന ആള് തന്നെ പോയ സ്ഥിതിക്ക് ഇനി അതിനെന്താ സ്ഥാനം? അന്നോളം തോന്നാത്തൊരു അന്യതാബോധം താൻ 20 വർഷം വളർന്ന വീട്ടിൽ രജനിക്ക് തോന്നി. സുമയോടൊപ്പം അടുക്കളയിലേക്ക് ചെല്ലാൻ പോലും അവൾക്ക് മടി തോന്നി. ചേച്ചി എന്താ മക്കളെ കൂട്ടാത്തത്? നാളെ സ്കൂളില്ലല്ലോ. സുമ ചായയും പലഹാരവും വെച്ച ട്രേ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. വിരുന്നുകാർക്ക് കൊടുക്കാറുള്ള ചിത്രപ്പണികളുള്ള കപ്പലൊഴിച്ച ചായ. രജനിയുടെ തൊണ്ട പൊള്ളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി. ഒന്നുമില്ല സുമേ, അവര് വന്നില്ല. ഓ, അപ്പൊ ചേച്ചിക്ക് ഇന്ന് തന്നെ പോണോ അല്ലേ? സുമ അത് ചോദിച്ചുകൊണ്ട് ആഞ്ഞിരുന്നപ്പോൾ അവളുടെ സ്വരത്തിൽ അവൾ പോലും അറിയാതെ നിഴലിച്ച ആശ്വാസം രജനി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പോണം, ഉടനെ ഇറങ്ങണം. അത് പറ്റില്ല, ചേച്ചി ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഞാൻ ഇപ്പൊ വരാം. ചേച്ചി ഒന്ന് കിടക്കേ, വെയിലത്ത് വന്നതല്ലേ. സുമ ഉത്സാഹത്തോടെ എണീറ്റപ്പോൾ താൻ ഇന്ന് തന്നെ മടങ്ങുമെന്ന വാർത്തയ്ക്കാണ് ആ ഉത്സാഹത്തിന് പിന്നിലെന്ന് രജനിക്ക് മനസ്സിലായി. അല്ല, ചേച്ചി സാരി മാറുന്നുണ്ടോ? സുമയുടെ ചോദ്യത്തിന് രജനി ഇല്ലെന്ന് തലയാട്ടി. ഇന്ന് ബാബുവേട്ടൻ വീട്ടിലുണ്ടാവില്ലെന്നും മക്കൾ രണ്ടുപേരും അച്ഛമ്മയും കൂടി അവരുടെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയതാണെന്നും അതുകൊണ്ടാണ് അനിയനോട് നിൽക്കാൻ വന്നതെന്നുമുള്ള കാര്യം രജനി ഒരു മണി കടലയോടൊപ്പം കടിച്ചിറക്കി. കുറച്ചു സമയം അവിടെ ഇരുന്ന ശേഷം കുടിച്ച ചായ ഗ്ലാസുമായി രജനി എഴുന്നേറ്റു. ഇല്ല, ചേച്ചി ഇന്ന് തന്നെ മടങ്ങുമെന്നാ പറഞ്ഞേ. നിങ്ങൾ എന്തായാലും നേരത്തെ ഇറങ്ങുന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഒന്നും കൂടി നേരത്തെ ആക്കി വായോ. അപ്പൊ ചേച്ചി ഒന്ന് കാണാം. ചേച്ചി പോയ ശേഷം നമുക്ക് പോവുകയും ചെയ്യാം. സുമ ഫോണിലാണെന്ന് കണ്ട് രജനി ഒന്ന് ശങ്കിച്ചു. തന്റെ വീട്ടിൽ താനൊരു വിരുന്നുകാരിയാണെന്നും നാത്തൂന്റെ സ്വകാര്യതകളിൽ കടന്നു ചെല്ലരുതെന്നും രജനി പിന്നെയും ഓർമ്മിച്ചു. സുമേ, ഒച്ചയിടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് രജനി നീട്ടി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. സുമ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തു. എന്താ ചേച്ചി? നീ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കുട്ടി, എനിക്കാകെ ഒരു പിടി ചോറ് മാത്രമേ വേണ്ടൂ. ഭക്ഷണമൊക്കെ നന്നായി കുറവാണിപ്പോൾ. അതിന് മറുപടിയായി സുമ ചിരിച്ചതേയുള്ളൂ. വെയിലത്ത് വന്നതാണെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ കുറച്ചു സമയം അമ്മയുടെ മുറിയിൽ ഒന്ന് കിടക്കട്ടെ. നിന്റെ ജോലി ഒതുങ്ങുമ്പോൾ വരും. സുമയോട് പറഞ്ഞുകൊണ്ട് രജനി അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അമ്മയുടെ മുറിയിൽ മാറ്റങ്ങളുണ്ട്. മുറിയിലെ പണ്ടത്തെ പോലെ രാമച്ചത്തിന്റെയും കർപ്പൂരത്തിന്റെയും മണമല്ല, മറ്റെന്തോ ഊഷ്മളമായ ഗന്ധം. അമ്മയുടെ കട്ടിലിൽ അമ്മയ്ക്ക് പ്രിയപ്പെട്ട വെള്ളവിരിപ്പ് മാറ്റി കടുനീല നിറത്തിലുള്ള ഒന്ന് വിരിച്ചിരിക്കുന്നു. അമ്മ മുണ്ടും വേഷ്ടിയും ഒക്കെ വിരിച്ചിടുന്ന മരത്തിന്റെ തട്ടുക അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവിടെ പുത്തൻ മുണ്ടുകളും മറ്റും വെച്ചിരുന്ന പഴയ അലമാര പോളിഷ് ചെയ്തു വെച്ചിരിക്കുന്നു. അമ്മയുടേതായി ഉണ്ടായിരുന്നതിൽ അത് മാത്രമേ അവിടെ ശേഷിച്ചിരുന്നുള്ളൂ. രജനി വെറുതെ അതൊന്ന് തുറന്നു നോക്കി. അമ്മയുടെ മുണ്ടുകൾ, വേഷ്ടികൾ, അമ്മയുടെ രാമായണം, ഭാഗവതം എല്ലാം അടുക്കി തന്നെ അതിൽ വെച്ചിരിക്കുന്നു. രജനി അവയിലൂടെ വിരൽ ഓടിച്ചു. അമ്മയ്ക്കേറെ പ്രിയപ്പെട്ട, അമ്മ എപ്പോഴും ഉടുത്തിരുന്ന വീതി കുറഞ്ഞ കസവിന്റെ മുണ്ട് അവളെടുത്ത് നെഞ്ചോട് ചേർത്തു. അമ്മയെന്ന ഓർമ്മ അവളെ ശ്വാസം മുട്ടിച്ചപ്പോൾ രജനി അതുമായി കട്ടിലേക്ക് ചാഞ്ഞു. അമ്മയുടെ അടുത്തൊന്നിരിക്കാൻ, അമ്മയുടെ മടിയിലേക്കൊന്ന് ചാഞ്ഞു കിടക്കാൻ, ആ നേർത്ത വിരലുകൾ കൊണ്ട് തൻ്റെ മുടിയിഴകളൊന്ന് തലോടാൻ രജനിക്ക് വല്ലാതെ കൊതിച്ചു. തടി കുറഞ്ഞതും മുടി കൊഴിഞ്ഞതും ഇരുവാളിച്ചതും ഒക്കെ പറഞ്ഞുള്ള അമ്മയുടെ ആകുലതയിൽ പൊതിഞ്ഞ ശകാരങ്ങൾ ഒരിക്കൽ കൂടി കേട്ടിരുന്നെങ്കിലെന്ന് അവളുടെ ഉള്ളം ദാഹിച്ചു. അമ്മയോട് മാത്രം പറഞ്ഞിരുന്ന പറയാനുള്ളൊരു 100 സ്വകാര്യങ്ങളും തമാശകളും സങ്കടങ്ങളും വേവലാതികളും അവളുടെ ഉള്ളിൽ തന്നെ ഇരുന്നു വെന്തുരുകി കണ്ണുനീരായി പുറത്തെത്തി. അമ്മയില്ലായ്മ എന്ന ശൂന്യത തീർക്കുന്ന ഒറ്റപ്പെടൽ എത്ര ഭീകരമാണെന്ന് അറിയുകയായിരുന്നു രജനി. ഭർത്താവും മക്കളും കൂടപ്പിറപ്പും ഒക്കെ ഉണ്ടായിട്ടും ആരുമില്ലാതെയായെന്ന തോന്നൽ അവളിൽ വല്ലാതെ വേരോടി. മനസ്സിന്റെ താപത്തിൽ തളർന്നിട്ടോ എന്തോ മയങ്ങിപ്പോയതൊന്നും രജനി അറിഞ്ഞില്ല. തലയിൽ ആരോ സ്പർശിച്ചതറിഞ്ഞാണ് രജനി ഞെട്ടി ഉണർന്നത്. അടുത്തിരുന്ന സഹോദരൻ രാജേഷിനെ കണ്ടപ്പോൾ രജനി അന്തിച്ചു നോക്കി. എന്ത് ഉറക്കാടി ചേച്ചി ഇത്? എണ്ണീക്ക്. പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നപ്പോൾ രജനി ചാടി എണ്ണീറ്റു. നീ എപ്പോ വന്നു? ഞാൻ ഓരോന്നോർത്ത് കിടന്നപ്പോൾ മയങ്ങിപ്പോയി. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നീ മുഖം കഴുകി വാ, ചോറുണ്ണാം. രാജേഷ് പുറത്തേക്ക് നടന്നപ്പോൾ രജനി ദീർഘമായി ശ്വാസം വിട്ടു. ഒന്ന് ഉറങ്ങി എണ്ണീറ്റപ്പോൾ മനസ്സിന്റെ പിടപ്പ് കുറച്ച് മാറിയതുപോലെ അവൾക്ക് തോന്നി. ചേച്ചി, ഞാൻ വൈകിട്ടൊന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു നിന്നെ. രാജേഷ് പറഞ്ഞപ്പോൾ രജനി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇല്ല,
കുറച്ച് ദിവസമായി സുമയ്ക്ക് ആകെ ക്ഷീണവുമൊക്കെയാണ്. അവൾക്ക് ഡേറ്റ് ഒന്നും കറക്റ്റ് അല്ലല്ലോ. എന്നാലും സംശയം തോന്നി. കാലത്തൊന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ് കണ്ടത്. രാജേഷ് പറഞ്ഞത് കേട്ട് രജനി അമ്പരപ്പോടെ സുമയെ നോക്കി. അവൾ ആകെപ്പാടെ ചുവന്നിരിക്കുന്നു. സുമയൊന്നും പറഞ്ഞില്ലല്ലോ. ഡോക്ടറെ കണ്ട് ഉറപ്പിച്ച ശേഷം പറഞ്ഞാൽ മതിയെന്ന് ഓർത്തിട്ടാണ്. ഇന്ന് വൈകിട്ട് ഡോക്ടറെ കണ്ട ശേഷം നിന്നെ വിളിക്കാമെന്നാ കരുതിയത്. രജനി സന്തോഷം കൊണ്ട് വാക്കൽ മുട്ടിപ്പോയി. രാജേഷിന്റെയും സുമയുടെയും വിവാഹം കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു കുഞ്ഞില്ലാത്തത് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവുമായിരുന്നു രാജേഷിന്റെ കുഞ്ഞ്. ഓരോന്നോർത്ത് രജനിയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ അവിടെ ചെന്ന് പറഞ്ഞു കാണും അല്ലേ ചേച്ചി? രാജേഷ് കണ്ണ് നിറച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ രജനി തലയാട്ടി. ഡോക്ടറെ കാണാൻ പോകാൻ വേറെ ആരാടാ ഉള്ളത്? സുമയുടെ അമ്മ വരുമോ? ഇല്ല, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഉറപ്പായ ശേഷം മതിയെന്ന് ഓർത്തു. പിന്നെ അവിടെ അവളുടെ അനിയത്തിക്ക് പരീക്ഷയൊക്കെയാണ്. എങ്കിൽ ഞാൻ കൂടെ വരാം, രജനി പെട്ടെന്ന് പറഞ്ഞു. വേണ്ടടി, നിനക്ക് ഇന്ന് തന്നെ പോകണ്ടേ? അവിടെ പിള്ളേരില്ലേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ വിളിച്ചു പറയാം, അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. ആദ്യമായി പോകുമ്പോൾ നീ തനിച്ചു പോകണ്ട. രജനി സുമയെ ചിരിയോടെ നോക്കി. സുമയുടെ മുഖത്ത് അനിഷ്ടത്തിന്റെ അലയൊലികൾ ഉണ്ടോ എന്ന് രജനി തിരഞ്ഞു. അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്, നന്ദിയാണ്. തന്റെ മനസ്സിലും ഒരു കുളിര് പടരുന്നത് രജനി അറിഞ്ഞു. സുമേ, എന്നും വിളിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കരുത്. ഞാൻ പറ്റുന്നത് പോലെയൊക്കെ ഓടി വരാം. നല്ലവണ്ണം ശ്രദ്ധിക്കണം. സുമയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് രജനി പറഞ്ഞു. എടാ, തോന്നിയതുപോലെ കറങ്ങി നടക്കരുതേ. ഓഫീസ് വിട്ടാൽ വീട്ടിൽ ഉടനെ വന്നോണം. പിന്നെ നമ്മുടെ ഞായറാഴ്ചയിലെ ജാനകിയമ്മയോട് പകലൊന്ന് വരാൻ പറയാം. എന്തിനാ അവരെയൊക്കെ വിളിക്കുന്നത്? ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? രാജേഷ് ചിരിയോട് ചോദിച്ചു. നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സുമയ്ക്കിത് ആദ്യത്തെ വിശേഷമല്ലേ? എന്തെങ്കിലും ക്ഷീണം തോന്നിയാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? രജനിയുടെ കണ്ണുകൾ ഭിത്തിയിൽ തൂക്കി അമ്മയുടെ ചിത്രത്തിലേക്ക് നീണ്ടു. ജാനകിയമ്മ വന്നോട്ടെ. മുറ്റമടിക്കുകയോ അകം തൂത്തു തുടയ്ക്കുകയോ ഒക്കെ അവർ ചെയ്തോളും. പിന്നെ സുമയ്ക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. അതിനെന്തെങ്കിലും കൊടുത്താൽ മതി. അവർക്ക് പറ്റാത്ത ദിവസം ഞാൻ വരണ്ട്. അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. സുമയും രാജേഷും ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം രജനിയുടെ സ്ഥാനത്ത് അമ്മയാണെന്ന് അവർക്ക് തോന്നി. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പടിക്കലെത്തി രജനി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. രാജേഷിനും സുമയ്ക്കും നേരെ കൈവീശുമ്പോൾ മുറ്റത്തെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ മുണ്ടിലെ കോന്തരം കൊണ്ട് കണ്ണു തുടയ്ക്കുന്ന അമ്മയെ അവൾ വെറുതെ സങ്കല്പിച്ചു. ഒരു ഗദ്ഗതം അവളുടെ തൊണ്ടയിൽ തടഞ്ഞു നിന്നു. ഒരിക്കലും നികത്താനാവാത്തൊരു ശൂന്യതയുടെ ശേഷിപ്പ് എന്ന പോലെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്